അപ്പോൾ നമ്മുടെ 2024 വിഷു വന്നു. അപ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പടക്കങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തിവിടെ അത്യാവശ്യം എന്തൊക്കെയാണ് പടക്കങ്ങളെന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. പിന്നെ കുറച്ച് പുതിയ പടക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. അപ്പോൾ നമ്മൾ IPL ആയതുകൊണ്ട് IPL സ്പെഷ്യൽ ഉണ്ട്. ഇതാ ഒരു ബോംബിട്ടും കൂടെ ഒറ്റടി പൊട്ടിത്തെറിക്കും ഗായ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ നമുക്ക് സ്കൈ ഷോട്ടുകളാണ് ഫസ്റ്റ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്കൈ ഷോട്ടുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ അപ്പോൾ നമ്മൾ സ്കൈ ഷോട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് റോക്കറ്റാണ്. ഇത് 3 സൗണ്ടാണ് കേട്ടോ. അത് 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 സൗണ്ട് ഉണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ റോക്കറ്റുകളുണ്ട് കേട്ടോ, കുഞ്ഞ റോക്കറ്റുകൾ. പിന്നെ അതുപോലെ പിന്നെ സ്കൈ ഷോട്ടിൻ്റെ തന്നെ ചെറുതുകളുണ്ട്. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇത് പേപ്പർ ബോംബാണ്. നമ്മൾ ചെറുത് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ട്വിങ്ക്ലിംഗ് സ്റ്റാർ കേട്ടോ. അത് നമ്മുടെ സാധാ ചാട്ടയാണ്, അതിൻ്റെ ചെറുതുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മാച്ച് ബോക്സ് മത്താപ്പ്. നമ്മുടെ കയ്യിൽ കുറച്ച് മത്താപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. മത്താപ്പ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പിത്തിരിൻ്റെയാണ്. കമ്പിത്തിരി എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക്കാണ്. അത് 30 സെമിയിൽ വരുന്ന കമ്പിത്തിരികളാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ബ്ലൂ, ഗ്രീന്, യെല്ലോ ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ഇത് 15 സെമിൻ്റെയാണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ എല്ലാ കളറും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു പുതിയ ഐറ്റം എന്ന് പറയുന്നത് ലോലിപോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മൾ കത്തിച്ച് നോക്കി, കുറച്ച് പൊട്ടിത്തെറിക്കുന്ന നമ്മുടെ ഇലക്ട്രിക് ടൈപ്പാണ് കേട്ടോ. ഇത് നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വൽ 50 സെമി കമ്പിത്തിരിയുണ്ട്. പിന്നെ ഫ്ലവർ പോട്ടിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പീക്കോക്ക് ഉണ്ട്. പീക്കോക്ക് നമ്മുടെ കയ്യിൽ 2 ടൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി സൈസ് വലുതും കുഞ്ഞതും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഏകദേശം പടക്കങ്ങൾ. പിന്നെ നമ്മുടെ വിഷ്ണു ചക്രം, വിഷ്ണു ചക്രമൊക്കെ. അപ്പം നമ്മുടെ പിന്നെ 4x4 വീല്. നമ്മുടെ നോർമൽ വിഷ്ണു ചക്രത്തിൻ്റെ പൂക്കിറ്റ് പോലെയും വരുന്നുണ്ട് കേട്ടോ. അത് 2ഉം കൂടി വരുന്നതാണ്. ഒരു ബസ് ഉണ്ട് നമ്മുടെ. അതൊക്കെ എങ്ങനെ ഫങ്ഷൻ നമ്മൾ കത്തിച്ച് നോക്കണം. അവിടെ ഒരു തിരിവ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞു ബോക്സും കൂടി ഉണ്ട്. നമുക്കിവിടെ അടുക്കാനുള്ള സ്ഥലപരിമിതി കാരണം നമ്മൾ സെറ്റ് ചെയ്തില്ല കേട്ടോ. നമ്മുടെ ഒരു വീട്ടിൽ തന്നെ അടുത്തുള്ള ഐറ്റം ഉണ്ട്. 100 ഡീലക്സ് എന്നാണ് ഇത്. മറ്റേ റെസ്ലിങ്ങിൽ മറ്റേ ബെൽറ്റ് കിട്ടുന്ന പോലെ ഉണ്ട് കേട്ടോ സാധനം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ ബോംബുണ്ട്. സാധനം കിട്ടില്ലാണ് കേട്ടോ. സ്പട്ടികൻ സിനിമയിലെ ലാലേട്ട ഇങ്ങനെ കടിച്ച അറിയില്ലേ, അതുപോലത്തെ ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോംബുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നറിയാം. അപ്പോൾ ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് കാണിക്കാനില്ല. പിന്നെ നമ്മുടെ കയ്യിൽ മാലപ്പടക്കങ്ങളുണ്ട്. പിന്നെ വെറൈറ്റി എന്ന് പറയാൻ അത്രയ്ക്ക് ഗായ്സ്. അങ്ങനെ നമ്മുടെ ഒരു 60 ഷോട്ട് മൾട്ടി കളർ ഉണ്ട്. ഇത് നമ്മുടെ ഒരു 40 കെയിൽ നമ്മളിത് അടിച്ച് പൊളിച്ച് പൊട്ടിക്കണതാണ്. അപ്പോൾ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഇതാകുക. പിന്നെ കുറേ പേര് ഗിവ് അവേ ഒക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് പരിഗണിക്കാവുന്നതിനേ ഉള്ളൂ. അപ്പോൾ ഗിവ് അവേൻ്റെ എങ്ങനെയാണ് നമ്മളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. അപ്പോൾ നമ്മൾ ജോക്കർ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി ബോംബ് പോലത്തെ ഒരു ഐറ്റമാണ്. നമ്മളിതൊക്കെ പൊട്ടിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ പവർ നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ. ഇത് കുറേ ഉള്ളതൊക്കെ പൊട്ടുന്ന ഐറ്റംസുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വിഷു ദിവസം പൊട്ടിക്കാനുള്ള ഐറ്റംസാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പൊട്ടിക്കുന്ന വീഡിയോ ബാക്കിൽ വരും. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.